നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട സംയുക്ത റേഷൻ കോർഡിനേഷൻ സമിതിയുടെ നേതൃത്വത്തിൽ ജൂലൈ 8, 9 തീയതികളിൽ തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിൽ നടക്കുന്ന 48 മണിക്കൂർ രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി തിരൂരങ്ങാടി താലൂക്കിലെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങുമെന്ന് തിരൂരങ്ങാടി താലൂക്ക് റേഷൻ വ്യാപാരി കോർഡിനേഷൻ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റേഷൻ വ്യാപാര രംഗത്ത് വ്യാപാരികൾ നേരിടുന്ന പ്രയാസങ്ങളിൽ വളരെ അടിയന്തര പ്രാധാന്യമുള്ള വേതന പാക്കേജ് വർധനവ്, ക്ഷേമനിധി വ്യാപാരികൾക്ക് ഗുണകരമായ രീതിയിൽ പരിഷ്കരിക്കുക, വ്യാപാരികൾക്ക് ഏറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന KTPDS ഓർഡറിലെ നിയമങ്ങൾ വ്യാപാരികളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് പുനർനിർമ്മിക്കുക, കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റ് കമ്മീഷൻ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ വ്യാപാരികൾക്ക് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത റേഷൻ കോർഡിനേഷൻ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ സമരരംഗത്തേക്ക് ഇറങ്ങുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. 2018 നമ്മുടെ മുഖ്യമന്ത്രി ഒരു ചർച്ചേൻ്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ ഒരു വേതന പാക്കേജാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് പറഞ്ഞാൽ റേഷൻ വ്യാപാരികൾക്ക് ഒരു വിധത്തിലും അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 6 മാസം നിങ്ങൾ ഈ പുതിയൊരു പാക്കേജുമായിട്ടൊന്ന് മുന്നോട്ട് പോയി നോക്കൂ, എന്നിട്ട് ഇതൊരു നമുക്ക് പര്യാപ്തമല്ല എന്ന് മുഖ്യമന്ത്രി സമ്മതിച്ച കാര്യമാണ്. 6 മാസം കഴിഞ്ഞ് നമുക്ക് മാറ്റി ഒന്നുകൂടെ ചിന്തിക്കാം, ഒന്നുകൂടി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് പറഞ്ഞതാണ്. 6 മാസം എന്നുള്ളത് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞിട്ടും യാതൊരു മാറ്റവും വന്നില്ല. അപ്പോൾ ഈ ഒരു പാക്കേജുമായിട്ട് റേഷൻ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഈ 18,000 രൂപയാണ് ഒരു വ്യാപാരിക്ക് കൊടുക്കുന്ന കമ്മീഷൻ. ഈ 18,000 രൂപയിൽ നിന്നും വേണം സെയിൽസ്മാൻ്റെ ശമ്പളം, കടവാടക, മറ്റു ചിലവുകൾ, ഓഫീസ് അടക്കമുള്ള മറ്റു ചില്ലറ ചിലവുകൾ വരും. ഇതെല്ലാം അതിന്ന് വഹിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ഇപ്പോൾ ഒരു നിലയ്ക്കും പല വ്യാപാരികളും വളരെയധികം കടക്കണിയിലാണ്. അപ്പോൾ പാക്കേജിലൊരു വർധനവ് നിർബന്ധമായിട്ടും ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി. യാതൊരു ഗുണം വ്യാപാരികൾക്ക് അതുകൊണ്ടില്ല. കാരണം ഇപ്പോൾ തന്നെ സർക്കാർ റിട്ടയർ ചെയ്ത വ്യാപാരികൾക്ക് കൊടുക്കാനുള്ള പെൻഷൻ ഏകദേശം കോടിക്കണക്കിന് രൂപ പെൻഡിങ്ങാണ്. ഞങ്ങളുടെ അടുത്ത് എല്ലാ മാസവും 200 രൂപ അംശാദായമായിട്ട് വാങ്ങുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ ബാക്കിയായി നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ 2021 ഒരു KTPDS ഓർഡർ എന്ന് പറഞ്ഞിട്ട് കേരള റേഷനിങ് ഓർഡർ മാറ്റിയിട്ട് KTPDS ഓർഡറാക്കി. ഈ ഓർഡറെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ റേഷൻ വ്യാപാരികൾക്ക് ഏറെ പ്രയാസമുണ്ട്. ഞങ്ങൾക്ക് ആദ്യം അനുവദിച്ച് കിട്ടിയിരുന്ന ഞങ്ങളുടെ ഈ കട അനന്തരാവകാശികൾക്ക് നൽകുന്ന നിയമങ്ങളിൽ വരെ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ KTPDS ഓർഡർ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ അതുപോലെ തന്നെ ഈ കോവിഡ് കാലത്ത് ആരോഗ്യ പ്രവർത്തകരും പോലീസും മാത്രമാണ് രംഗത്തിറങ്ങി പ്രവർത്തിച്ചിരുന്നത്. അതേപോലെ പ്രവർത്തിച്ച ഒരു വിഭാഗമാണ് റേഷൻ വ്യാപാരികൾ. ഈ റേഷൻ വ്യാപാരികൾക്ക് അന്ന് കിറ്റ് വിതരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കിറ്റിന് ആദ്യം 7 രൂപ തരാമെന്ന് പറഞ്ഞു. പിന്നെ 5 രൂപയ്ക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കിറ്റിന് അവസാനം ഞങ്ങളോട് കമ്മീഷൻ തരാതെ അവസാനം പറഞ്ഞ കാര്യം എന്താ പറഞ്ഞാൽ അത് ഞങ്ങളൊരു സേവനമായിട്ട് കാണണമെന്നാണ്. പല വ്യാപാരികളും കടമുറിയും മറ്റും വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് ഈ കിറ്റ് വിതരണം നടത്തിയത്. അപ്പോൾ അവസാനം മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷം വ്യാപാരികൾ കോടതിയിൽ പോയി. ഇപ്പോൾ സുപ്രീം കോടതി വിധി വരെ സമ്പാദിച്ചിട്ടും ഞങ്ങളുടെ കമ്മീഷൻ തന്നിട്ടില്ല. അങ്ങനെ മാത്രമല്ല പല കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. കാരണം ഇപ്പോൾ നമ്മൾ ഈ പോസ്റ്റ് മിഷൻ കടകളിൽ വന്നിട്ട് ആളുകൾ തിരിച്ചു പോകുന്നൊരവസ്ഥ, മിഷൻ വർക്ക് ചെയ്യാതെ, അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് ഈ കോൺട്രാക്ടേഴ്സിൻ്റെ സമരം കാരണം റേഷൻ മുടങ്ങുക, അങ്ങനെ പല കാര്യങ്ങൾ പല വിഷയങ്ങളുണ്ട്. അതിലേക്കെല്ലാം പരിഹാരം ഒറ്റയടിക്കില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ മുഖ്യമായ വേതന പാക്കേജും അതുപോലെ തന്നെ ക്ഷേമനിധി, KTPDS ഓർഡർ, അങ്ങനെയുള്ള 3-4 കാര്യങ്ങൾ അടിയന്തരമായിട്ട് പരിഹരിച്ച് കിട്ടിയേ മതിയാവും. അല്ലാതെ ഈ വ്യാപാരവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് അതിനോടാസ്പദമായിട്ടാണ് ഈ വരുന്ന 8, 9 തീയതികളിൽ റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ട് നമ്മുടെ കേരള സംസ്ഥാന സംയുക്ത സമരസമിതിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്
തിരൂരങ്ങാടി താലൂക്കിലും അത് മുഴുവൻ 2 സംഘടനകളാണ് AKRRDA KSRRDA എന്ന 2 സംഘടനകളുടെ കോർഡിനേഷൻ ആയിട്ട് തന്നെ അത് അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ തിരൂരങ്ങാടി താലൂക്ക് സംയുക്ത കോർഡിനേഷൻ ചെയർമാൻ നാസർ വേങ്ങര, കൺവീനർ ജയകൃഷ്ണൻ കിഴക്കേടത്ത്, VP ഖാദർ ഹാജി, ഷാഹുൽ സൈദലവി ഊരകം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.